നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത്തവണയും നമുക്ക് വന്നിട്ടുള്ളത് സ്വിഫ്റ്റ് ടൈപ്പ് 3 തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്വിഫ്റ്റ് ടൈപ്പ് 3 എന്തിനാണ് വരുന്നത് എല്ലാവർക്കും അറിയാലോ. വണ്ടി നമുക്ക് പൊന്നാനി ഭാഗത്ത് നിന്ന് വന്നൊരു വണ്ടി കേട്ടോ. ഈ വണ്ടിയിൽ നമുക്ക് സ്പോർട്സ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഹെഡ് ലാമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, സ്പോർട്സ് കിറ്റാണ്. ഈ വണ്ടിയിൽ നമ്മൾ സ്പോർട്സ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വിത്തൗട്ട് ബ്ലാക്ക് ആണ്. കാരണം നമ്മൾ മാറ്റ് വരുന്ന പോർഷൻസ് കംപ്ലീറ്റ് നമ്മൾ ആ ഒരു മാറ്റിൽ തന്നെയാണ് നിർത്തുന്നത്. അത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കുന്നില്ല. ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ബമ്പർ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ്സ് അല്ല, ജസ്റ്റ് ഒരു വീൽ കപ്പാണ്. അപ്പോൾ അവർ അലോയ്സ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലോയ്സ് എന്തായാലും അവർ ചെയ്യും. പിന്നെ നമ്മൾ സൈഡ് സ്കേർട്ട് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളും നമ്മൾ സൈഡിൽ വരുത്തുന്നില്ല. അപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് എല്ലാ വീഡിയോസും ഒരേപോലെ തന്നെ പറയുന്നത്, ഒരേ സാധനങ്ങളാണ് മാറ്റുന്നത്. പക്ഷേ വണ്ടികൾ വ്യത്യസ്തമാകുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വണ്ടിൻ്റെ ബാക്കിൽ വരുമ്പോൾ നമ്മൾ സ്പോയിലർ ഇല്ലാത്തൊരു വണ്ടിയാണ്. നമ്മൾ സ്പോയിലർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. സ്പോയിലർ ഈ വണ്ടിയിൽ നമ്മൾ മോൺസ്റ്റർ സ്പോയിലറാണ് വരുന്നത്. മോൺസ്റ്റർ സ്പോയിലറാണ് ABS ആട്ടോ, സിംഗിൾ പീസായിട്ട് വരുന്നതാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ടൈൽ ലാംപ്സോ കാര്യങ്ങളോ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പിന്നീട് നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറയുമ്പോൾ റിയർ ബമ്പറാണ് കേട്ടോ. അപ്പോൾ റിയർ ബമ്പർ നമ്മൾ സ്പോർട്സ് കിറ്റിൽ വരുന്ന ബമ്പറും നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫൈനലി നമ്മളൊരു വണ്ടിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു അപ്ഡേഷൻ ഇല്ലെങ്കിലും കുറച്ചധികം മാറ്റങ്ങൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ സ്പോർട്സ് കിറ്റ് ഇൻസ്റ്റാളേഷനാണ്. അതേപോലെ ഫോഗ് ലാമ്പ് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ ബൾബ് 3 കളർ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു മോൺസ്റ്റർ സ്പോയിലറും ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ജസ്റ്റ് നോക്കിയാലോ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്പോർട്ടി ബമ്പർ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്ക വണ്ടികളിലും ഈ ഒരു പോർഷൻ, ഈ ഒരു കാർബൺ പോർഷൻ, ഈ മാറ്റ് പോർഷൻ നമ്മൾ ഗ്ലോസി ബ്ലാക്കാണ് ചെയ്യാറ്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ആ ഒരു കാർബണിൻ്റെ സ്ട്രക്ചർ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ വിത്ത് DRL കിറ്റാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നീട് ഫോഗ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ 3 കളർ ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറൊരു മാറ്റങ്ങളും നമ്മൾ ഫ്രണ്ട് ലുക്കിൽ മാറ്റിയിട്ടില്ല. ദെൻ സൈഡ് ലുക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളൊരു സ്പോർട്സ് കിറ്റിൽ വരുന്ന ആ ഒരു സ്കേർട്ട്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്കേർട്ട് നമുക്ക് ആ ഒരു കാർബൺ സ്ട്രക്ചർ വരിക, നമ്മളതും ഒരു ബോഡി കളറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ റിയർ പോർഷനാണ്. റിയർ പോർഷനിൽ നമ്മളൊരു മോൺസ്റ്ററിൻ്റെ ABS 1 പീസ് വരുന്ന ABS സ്പോയിലർ നമ്മളൊരു വണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വിത്ത് ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയർ ബമ്പർ നമ്മൾ അപ്ഡേറ്റ്, ആ സ്പോർട്സിലെ റിയർ ബമ്പർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഹാഫ് പോർഷൻ ആ ഒരു കാർബൺ സ്ട്രക്ചറിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരെ ബൈ.